സാധിച്ചാൽ ഇത് തന്നെയാ സ്വർഗവും, ഇത് തന്നെയാ നരകമല്ലാത്ത അവസ്ഥയും. അപ്പൊ മനസ്സിനെ ഉയർത്താൻ ചെവി തുറന്നു വെക്കുക, കണ്ണ് തുറന്നു വെക്കുക, നല്ലതും ചീത്തയും കേൾക്കുക, നല്ലതും ചീത്തയും കാണുക, നല്ലത് മാത്രം എടുക്കാൻ മനസ്സ് തുറന്നു വെക്കുക. ചെവി തുറന്നു വെക്കുക, നല്ലതും ചീത്തയും കേൾക്കാൻ. കണ്ണ് തുറന്നു വെക്കുക, നല്ലതും ചീത്തയും കാണാൻ. മനസ്സ് തുറന്നു വെക്കുക, നല്ലത് മാത്രം എടുക്കാൻ. അങ്ങനെ ഒന്ന് ജീവിച്ചു നോക്കൂ. ഗോപാലകൃഷ്ണൻ വാക്ക് തരുന്നു, ആവശ്യമില്ലാത്ത ടെൻഷനൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, എൻ്റെ ഒരു സുഹൃത്തുണ്ട്, മഞ്ഞളി പൗലോസിന്റെ മകൻ പ്രമോദ്. ഒരു 2 കൊല്ലം മുമ്പ് തിരുവനന്തപുരത്ത് എൻ്റെ വീട്ടിൽ വന്നു. അപ്പൊ പ്രമോദ് വളരെ എനർജറ്റിക് ആണ്. 10ാം ക്ലാസ് വരെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. ഞാൻ ചോദിച്ചു, പ്രമോദെ, മെറീന പ്ലൈവുഡ് എന്ന് നിങ്ങൾ കേട്ടുകയാണ്? 100-300 കടകളുണ്ട് മെറീന പ്ലൈവുഡുകാർ. ഗോപാലകൃഷ്ണ, ഞാൻ ഒരു കാര്യത്തിന് വന്നാണ്. ഞാൻ പറഞ്ഞു, എന്താ കാര്യം പ്രമോദെ? എൻ്റെ 13ാമത്തെ പ്ലൈവുഡ് ഫാക്ടറി താൻ ഉദ്ഘാടനം ചെയ്യണം. 13ാമത്തെ പ്ലൈവുഡ് ഫാക്ടറി ഞാൻ ഉദ്ഘാടനം ചെയ്യണം. അതെന്താ പ്രമോദെ? എനിക്ക് തന്നെ ഇഷ്ടമാണ്, തൻ്റെ പ്രസംഗവും യൂട്യൂബും ഒക്കെ ഇഷ്ടമാണ്. അപ്പൊ താൻ 10ാം ക്ലാസ്സിൽ, ഗോപാലകൃഷ്ണൻ, ഞാൻ 10ാം ക്ലാസ്സിൽ തോറ്റു, ഭാഗ്യായി. അതുകൊണ്ട് എനിക്ക് ഇത്രയും കടകളും ഇത്രയും ഫാക്ടറി ഉണ്ട്. 10ാം ക്ലാസ്സിലെങ്ങാനും ജയിച്ചിരുന്നെങ്കിൽ എൻ്റെ അച്ഛൻ എന്നോട് ബാങ്കിലെ ക്ലർക്കായിട്ട് ഇരിക്കാൻ പറയുമായിരുന്നു. മഹാഭാഗ്യത്തിന് ഞാൻ തോറ്റു. തോറ്റു എന്നുള്ളത് എത്ര അഭിമാനത്തോടു കൂടിയാ പറയണേ അറിയോ? നിങ്ങൾ നിങ്ങളുടെ മക്കളും അത് പറയല്ലേ. പക്ഷെ തോറ്റലിനെ പോസിറ്റീവ് ആക്കി എടുത്തു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാനത് പറഞ്ഞതാ. ഈ ലോകത്തില് കുറെ നെഗറ്റീവുകളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ മനസ്സാണ് അതിനെയൊക്കെ പോസിറ്റീവ് ആക്കി മാറ്റി. 1/2 ഗ്ലാസ് വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഹാഫ് എംപ്റ്റി എന്നും പറയാം, ഹാഫ് ഫുൾ എന്നും പറയാം. 1/2 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ പറയാം? ഹാഫ് എംപ്റ്റി എന്നും പറയാം, ഹാഫ് ഫുൾ എന്നും പറയാം. നിങ്ങൾ എങ്ങനെ അതിനെ കാണുന്നു എന്നുള്ളതനുസരിച്ചിട്ടാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ മാറ്റം വരുത്തുക, നിങ്ങളുടെ മക്കളുടെ മനസ്സിൽ മാറ്റം വരുത്തുക. അവർ നല്ല രീതിയിൽ മാറും. ഇന്നലെ ഞാൻ എൻ്റെ ടീച്ചേഴ്സിനെ വൈകുന്നേരം 3:40 ക്ലാസ് എടുത്തു, എൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സിനെ. ഞാൻ ചോദിച്ചു, 10ാം ക്ലാസ്സിലെ ടീച്ചർ, എത്ര കുട്ടികൾ തിന്മ നിറഞ്ഞ കുട്ടികളുണ്ട്, പ്രോബ്ലമാറ്റിക് കുട്ടികളുണ്ട്? എഴുന്നേറ്റ് നിന്ന് 3ാമത്തെ സെക്കൻഡ് പറഞ്ഞു, ആരും പ്രോബ്ലം ഉണ്ടാക്കുന്നവരില്ല, നമ്മുടെ കൺട്രോളിലുള്ളവരാണ്. 9ാം ക്ലാസ്സിലെ ശ്രീറാം എന്ന് പറയുന്ന ഒരു കുട്ടി മാത്രമുണ്ട്. ഞാനും മറ്റ് ടീച്ചേഴ്സും കുട്ടികളും ചേർത്ത് ആ ശ്രീറാം എന്ന് പറയുന്ന തിന്മ ചെയ്യുന്ന കുട്ടിയെ 90% മാറ്റി നന്മയിലേക്കാക്കി. ഞാനൊരു ചോദ്യം ചോദിച്ചു, ഞാനും ടീച്ചേഴ്സും ചേർന്ന് നെഗറ്റീവ് കുട്ടിയെ പോസിറ്റീവ് ആക്കി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. കൂട്ടുകാർ ചേർന്ന് പോസിറ്റീവ് ആക്കി എന്ന് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു. നമ്മുടെ രാമിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ രോഹിത് എന്ന് പറയുന്നൊരു കുട്ടിയാണ്. ആ രോഹിത്താണ് ഈ രാം എന്ന് പറയുന്ന കുട്ടിയെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരുന്നത്. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഈ ലോകത്തിൽ മാറ്റാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. നിങ്ങൾ മാറാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ തയ്യാറല്ലെങ്കിൽ ഒന്നും മാറില്ല. സോ ലൈഫ് ഈസ് ഗ്രോത്ത്, ഗ്രോത്ത് ഈസ് ലൈഫ്. അത് മനസ്സിലായി? ലൈഫ് ഈസ് ഗ്രോത്ത്, ഗ്രോത്ത് ഈസ് ലൈഫ്. സ്റ്റാഗ്നേഷൻ ഈസ് ഡെത്ത്, ഡെത്ത് ഈസ് സ്റ്റാഗ്നേഷൻ. മാറണം. നാരായണ ഗുരുദേവന്റെ ശിഷ്യൻ കുമാരനാശാൻ പറഞ്ഞ പോലെ, മാറ്റുവിൻ ചട്ടങ്ങളെ, ധാരണകളെ അങ്ങോട്ട് മാറ്റാം. ഞാൻ മൈക്കിന്റെ മുമ്പിൽ നിങ്ങൾക്ക് ഉപദേശം തരികയാണെന്ന് ധനിക്കല്ലേ. ഗോപാലകൃഷ്ണന്റെ ജീവിതത്തിൽ പകർത്താത്തത് നിങ്ങളോട് പറയില്ല, നിങ്ങൾക്ക് പകർത്താൻ ബുദ്ധിമുട്ടുള്ളതും ഞാൻ പറയില്ല. കുറേ അധികം അങ്ങോട്ട് മാറ്റാൻ ശ്രമിക്കുക. നമ്മുടെ മനസ്സിലൊക്കെ ചെളിവെള്ളം മാതിരി കുറേ ധാരണകളുണ്ട്. ഒരു സ്ത്രീ എന്നോട് പറഞ്ഞു, സാറേ എനിക്ക് വയ്യ. ആർട്ടിഫിഷ്യലി കമന്റ് ആണെന്ന് എനിക്കത് മനസ്സിലായി. ഞാൻ മരിച്ചാൽ എൻ്റെ ഭർത്താവിൻ്റെ അവസ്ഥ എന്താണെന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. ഞാൻ പറഞ്ഞു, മാഡം പരിധിക്ക് അപ്പുറം ഒന്നും അതിനെക്കുറിച്ച് ചിന്തിക്കല്ലേ. മാഡം മരിച്ചാൽ ഇപ്പോഴത്തേക്കാളും സുഖമായിട്ട് അങ്ങേര് ജീവിക്കും, ഒരു നടക്കണമില്ല. നിങ്ങളുടെ ധാരണയാണ് ഞാൻ മരിച്ചാൽ അയാളുടെ കാര്യം ഘട്ടത്തിലാണ്. ഇപ്പം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതേ അയാൾക്ക് തിന്നാൻ പറ്റുള്ളൂ. മറ്റേത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഏത് ഹോട്ടലിൽ പോയിട്ട് വേണമെങ്കിലും ഇഷ്ടമുള്ളത് കഴിക്കാൻ പറ്റും. തിരിച്ചും ഇത് തന്നെയാണ് നമ്മുടെ ധാരണയാണ്. എൻ്റെ മകനെ ഞാൻ ദേഷ്യപ്പെട്ടില്ലെങ്കിൽ, എൻ്റെ മക്കളെ ഞാൻ നേർവഴിക്ക് നയിച്ചില്ലെങ്കിൽ, അത് നയിക്കാൻ യോഗ്യതയുള്ളവരാണോ നിങ്ങൾ? മക്കൾക്ക് മാതൃക കൊടുക്കാൻ പറ്റിയവരാണോ അമ്മയും അച്ഛനും? ഞാൻ വിരൽ ചൂണ്ടുന്ന ഒരാൾക്കല്ല, എല്ലാവർക്കും കൂടി. മാതൃദേവോ ഭവ എന്ന വാക്കിന്റെ അർത്ഥം അമ്മ ഈശ്വര തുല്യയായി തീരട്ടെ എന്നാണ്. അമ്മ ഈശ്വര തുല്യനാണെന്നല്ല. അപ്പൊ മനസ്സിനകത്ത് കലുഷിതമായ കുറേ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റാം. ചിരിക്കാൻ പഠിക്കുക.
അതുകൊണ്ട് മനസ്സിനെ കഥകളിലൂടെ, കഥകളുടെ സന്ദേശങ്ങൾ എടുത്ത് മനസ്സിനെ നന്നാക്കാം. അങ്ങനെ എല്ലായിടത്തും പറയാനുള്ള ഒരു ചെറിയ എക്സാമ്പിൾ ഉണ്ട്. അമ്പലത്തിൽ ഒരു സന്യാസി വന്നപ്പോ നിരന്തരം വഴക്കിടുന്ന ഭാര്യയും ഭർത്താവും തീരുമാനിച്ചു സന്യാസിയുടെ അടുത്ത് എന്നിട്ട് ഉപദേശം ചോദിക്കാം. ഈ വീടിന്റെ അന്തരീക്ഷം ഒന്ന് നന്നാവാനും ഭാര്യാഭർത്തൃ ബന്ധം നന്നാവാനുമായിട്ട് സന്യാസിയുടെ അടുത്ത് ഉപദേശം ചോദിക്കാം. ഇവർ സന്യാസിയുടെ അടുത്ത് പോയി. നീട്ടി വലിച്ച് പറയേണ്ട കഥയാണ്, ഒറ്റ വരിയിൽ പറയാം. കേരളീയർക്ക് ഒറ്റ വരിയിൽ പറഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. ആ സന്യാസിയുടെ അടുത്ത് എന്ന് പറഞ്ഞു, ഞങ്ങൾ ഭാര്യാഭർത്താക്കന്മാർ ഇപ്പോഴും വഴക്കാണ്, അത് മാറിക്കിട്ടാൻ വല്ല ചരടോ അല്ലെങ്കിൽ വല്ല മന്ത്രോ വല്ല പഴോ എന്തെങ്കിലുമൊക്കെ ഒന്ന് നിവേദിച്ചോ പൂജിച്ചോ ജപിച്ചോ തരികയാണെങ്കിൽ നന്നായിരിക്കുന്നു. സന്യാസി തൊഴുവോടുകൂടി നിങ്ങളുടെ ഭാര്യാഭർത്തൃ ബന്ധം നന്നായിരിക്കണമെന്നും അത് ഉത്തരോത്തരം അഭിവൃദ്ധി പ്രാപിക്കണം എന്നുള്ളതും എൻ്റെ ആഗ്രഹമാണ്, എൻ്റെ പ്രാർത്ഥനയുമാണ്. പക്ഷെ അതൊക്കെ ഉണ്ടാവാനായിട്ട് മന്ത്രോ അല്ലെങ്കിൽ ചരടോ അല്ലെങ്കിൽ പഴോ ഒക്കെ ജപിച്ച് തന്ന് നിങ്ങളുടെ തിന്മ നിറഞ്ഞ ജീവിതത്തെ നന്മ നിറഞ്ഞ ജീവിതത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഞാൻ സന്യാസം സ്വീകരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? കാരണം അയാൾ സന്യാസം സ്വീകരിച്ചത് അയാളുടെ വീട്ടിലെ പ്രോബ്ലം കൊണ്ടാണ്. അർത്ഥം മനസ്സിലായല്ലോ? അപ്പൊ നമ്മളുടെ പ്രോബ്ലം പരിഹരിക്കേണ്ടത് സന്യാസിയോ ജ്യോതിഷനോ വാസ്തുവിദ്യക്കാരനോ ഒന്നുമല്ല. അതിലൊക്കെ നന്മയില്ല എന്നല്ല, കുറച്ചൊക്കെ നന്മയുണ്ട്. പക്ഷെ അവരല്ല അത് ചെയ്യേണ്ടത്. നന്മ ചെയ്യേണ്ടത് നമ്മളാണ്, നമ്മളുടെ അല്ലേ? ഗുരുവായൂരപ്പൻ ഈ വീടിന്റെ ഐശ്വര്യം, യഹോവ ഈ വീടിന്റെ നിത്യ സന്ദർശകൻ, അല്ലാഹു ഈ വീടിന്റെ നാഥൻ. 3 വരിയേ ഉള്ളൂ. 4ാമത്തെ വരി കൂടി ഉണ്ടെങ്കിൽ ശ്ലോകം മുഴുവനാവുള്ളൂ. 4ാമത്തെ വരി എന്താ? ഞാൻ കുളമാക്കിയ വീടിന്റെ. എന്നാലേ 4ആവുള്ളൂ. ഇപ്പൊ ഞാൻ കുളമാക്കിയ വീട് ശരിയാക്കേണ്ടത് ഗുരുവായൂരപ്പൻ അല്ലെങ്കിൽ യഹോവ അല്ലെങ്കിൽ അല്ലാഹു. അവരുടെ ജോലി അല്ലാതെ എഴുതേണ്ടത് ഇതാണ്. നമ്മുടെ പ്രവൃത്തി നമ്മുടെ വീടിന്റെ ഐശ്വര്യം. ഇങ്ങനെ എഴുതണമെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്, അതാണ് സത്യം. ഫോർ എവറി ആക്ഷൻ there is an equal and opposite reaction. For every bad action there is an equal and opposite bad reaction. For every good action there is an equal and opposite good reaction. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ മറ്റൊരുവൻ അനുഭവിച്ചിടുകയെന്നേ വരൂ എന്നുള്ളത് ഹർത്താലിനും ബന്ദിനും മാത്രം ബാധകം. ബാക്കിയുള്ളതൊക്കെ താൻ അനുഭവിച്ചിടുകയെന്നേ വരൂ. അപ്പൊ ആലോചിച്ച് നോക്കാം, നമ്മുടെ വീട്ടിലും നമ്മുടെ മനസ്സിലും നമ്മുടെ പ്രവൃത്തിയിലും നന്മകൾ ഉണ്ടാവണമെങ്കിൽ മാറ്റം വരേണ്ടത് നമ്മളിലാണ്. ആ മനസ്സിലും നിങ്ങളുടെ മക്കളിലും മാറ്റം ഉണ്ടാക്കാം. ഒന്നുകൂടി ഉറപ്പിച്ച് എല്ലായിടത്തും പറയുന്നത് ഞാൻ പറയുന്നു, വർക്കിംഗ് ഡേ തിങ്കളാഴ്ച മുതൽക്ക് വെള്ളിയാഴ്ച വരെ നിങ്ങളുടെ മക്കളെ 7 മണിക്കൂറാണ് സ്കൂളിലുള്ളത്. നിങ്ങളുടെ മക്കള് വർക്കിംഗ് ഡേയിൽ 7 മണിക്കൂർ സ്കൂളിലുണ്ട്. നിങ്ങളുടെ മക്കള് നിങ്ങളുടെ കൂട്ടത്തിൽ വർക്കിംഗ് ഡേയിൽ 14 മണിക്കൂറുണ്ട്, 17 മണിക്കൂറുണ്ട്. ആർക്കാ നന്നാക്കാൻ എളുപ്പം? ക്ലാസ്സിൽ 35-40 കുട്ടികൾ. ആരാന്റെ മക്കളാ ക്ലാസ്സിലുള്ളത്? നിങ്ങളുടെ വീട്ടിലുള്ളത് ആരുടെ മക്കളാ? എത്ര പേരുണ്ട്? 1.5 അല്ലെങ്കിൽ 2, അറിയാതെ പറ്റിയാൽ 3. അത്രേ ഉള്ളൂ. 3 ഉള്ളൂ. അവനവന്റെ തന്നെയാ. അതും 17 മണിക്കൂർ വർക്കിംഗ് ഡേ. സാറ്റർഡേ സൺഡേ 24 മണിക്കൂർ. ഓണം വെക്കേഷൻ, ക്രിസ്മസ് വെക്കേഷൻ, സമ്മർ വെക്കേഷൻ 24 മണിക്കൂർ നമ്മുടെ കൂടെ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ, അപ്പൊ ആലോചിച്ച് നോക്കാം, ആ അവനവന്റെ കുട്ടികളെ നന്നാക്കാൻ കുറച്ച് മൂല്യങ്ങൾ കൊടുക്കാനും മനസ്സിൽ മാറ്റം ഉണ്ടാക്കാനും ചിരിച്ചുകൊണ്ട് ജീവിക്കാനും എത്ര നന്നായിട്ട് നമുക്ക് സാധിക്കും. ഞാൻ മനസ്സിൽ മാറ്റം വരുത്താം, ധാരണകളെ മൊത്തത്തിൽ മാറാൻ സാധിക്കും. ചുമ്മാ നമ്മൾ പറയാറുണ്ട്, ഈ 6-ാം തമ്പുരാൻ എന്ന സിനിമയിൽ മോഹൻലാൽ ഇടയ്ക്ക് പറയാറുണ്ട് ചുമ്മാ. അങ്ങനെ ജീവിതത്തിനെ കൂടെ ചുമ്മാ എന്ന് പറയും. അവിടെ ഒരാൾ മറ്റൊരാൾ പറയാണ് ഇയാൾ എല്ലാ സിനിമയും കാണുന്നുണ്ടെന്ന്. ഞാൻ പറയാറുണ്ട്, ഏതായാലും ഈ പരസ്പരവും ചന്ദനമഴയും കറുത്തമത്തും കാണുന്നതിനേക്കാൾ നല്ലതാണ്. അതിലൊരു IG ആയിട്ടുള്ള ഒരു പോലീസുകാരത്തി ഉണ്ട്, IPS IG അല്ല, അത് 3 വർഷം മുമ്പ് ഗർഭം ധരിച്ചത്, ഇപ്പോഴും പ്രസവിച്ചിട്ടില്ല. അത്ഭുതം തോന്നാറുണ്ട് എനിക്ക്. അങ്ങനെ കേരളീയരെ പറ്റിക്കാൻ പറ്റിയ 3 സീരിയലാണ് ഏഷ്യാനെറ്റിൽ. അതിൽ തന്നെ നിന്നോളാനാണ് പറഞ്ഞിരിക്കുന്നത്, വേറെ ഒന്നിലേക്കും പോവല്ലേ. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് രസം തോന്നുന്നത് കൊണ്ട് ഞാൻ നിങ്ങളോട് കോട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഞാൻ മുഴുവൻ കാണാറൊന്നുമില്ല. അത് എൻ്റെ ഭാര്യ കാണാറുണ്ട്. എൻ്റെ ഭാര്യ കാണുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. പവർഫുൾ ന്യൂറോളജിക്കൽ മരുന്നാണ് അവൾ കഴിഞ്ഞ 3 വർഷമായിട്ട് കഴിക്കുന്നത്. എവിടെ ഇരിക്കുമ്പോഴും ബസ്സിലൊന്നും പോകാൻ പറ്റില്ല, അപ്പോൾ ഉറങ്ങും. അത്ര പവർഫുൾ ആയിട്ടുള്ള മരുന്നാണ് കഴിക്കുന്നത്. അപ്പൊ ഇത് കാണുന്ന അവൾ സെറ്റിയിൽ വന്നിരുന്നത് ഓൺ ചെയ്യും. അതിൻ്റെ ആദ്യത്തെ പാർട്ട് കഴിയുമ്പോൾ അവൾ ഉറങ്ങും. പക്ഷെ ആ ശബ്ദം വേണം ഉറങ്ങാൻ. അത് 9 മണിക്ക് 3 എണ്ണവും തീരും. അപ്പോഴത്തേക്ക് ഞാൻ മുകളിൽ എഴുതി കഴിഞ്ഞ് താഴത്തേക്ക് വരുമ്പോഴത്തേക്ക് ഞാനത് ഓഫ് ചെയ്തിട്ട് ഊണയിക്കാറായി എന്ന് പറഞ്ഞ് വിളിക്കും. അപ്പോൾ ആ സീരിയൽ കഴിഞ്ഞോ എന്ന് ചോദിക്കും. അത് കഴിഞ്ഞോ, ചിലത് നടന്നുകൊണ്ടിരിക്കും, നമുക്ക് ഊണയിക്കാമെന്ന് ഞാൻ പറയും.
അപ്പൊ ആ ശബ്ദം ഇടയ്ക്ക് ഓഫ് ചെയ്ത ഇവിടെ എഴുന്നേക്കും. അത് കാരണം ഞാൻ അത് ഓഫ് ചെയ്യാറില്ല. അത് TV അതിനു വേണ്ടി സമർപ്പിച്ചിരിക്കുക. ബാക്കിയൊന്നും ഈശ്വരാനുഗ്രഹം കൊണ്ട് കാണില്ല. അപ്പൊ ഏതായാലും ഞാൻ തിരിച്ചു വിഷയത്തിലേക്ക് വരാം. നമ്മളുടെ മനസ്സിനെ മാറ്റിയാൽ, ചിന്തകളെ മാറ്റിയാൽ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ മാറ്റം വന്നാൽ പ്രവൃത്തിയുടെ ഫലവും ജീവിതവും ധന്യമാക്കാൻ സാധിക്കും. I will never say try it. I will say do it. Do it. I am not requesting you. I am instructing you. 7 പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. സാധിക്കും. ജീവിതത്തെ നരകതുല്യമാക്കാതെ സ്വർഗതുല്യമാക്കാൻ നമുക്ക് സാധിക്കും. മനസ്സിൽ മാറ്റം വരുത്തിയാൽ നല്ല കഥകൾ കേൾപ്പിക്കാം, നല്ല അനുഭവങ്ങൾ കേൾപ്പിക്കാം. 13 കുട്ടികളുള്ള ഒരു വീട്ടില് ഒരു മുക്കുവ കുടിലിൽ ജനിച്ച വ്യക്തിക്ക് ഇന്ത്യൻ പ്രസിഡന്റ് ആകാമെങ്കിൽ, ലോകം അറിയപ്പെടുന്ന ഒരു ശാസ്ത്രജ്ഞനായി മാറാമെങ്കിൽ, ഒരു ചായക്കടക്കാരന് ഇന്ത്യൻ പ്രധാനമന്ത്രി ആകാമെങ്കിൽ, 13 കുട്ടികളുള്ള ഒരു ചെത്തുതൊഴിലാളി കുടുംബത്തിൽ ജനിച്ച വ്യക്തിക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി ആകാമെങ്കിൽ, കെനിയയിലെ ഒരു പാചകക്കാരന്റെ മകന്റെ മകന് അമേരിക്കയിലെ പ്രസിഡന്റ് ആകാമെങ്കിൽ, അതാണ് അനുഭവം മക്കളെ പഠിപ്പിക്കേണ്ടത്. നിങ്ങൾ പഠിക്കേണ്ടത് ജീവിതത്തിൽ സീറോവിൽ നിന്ന് ഹീറോ ആവാൻ സാധിക്കും. ഇഫ് ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ. മനസ്സിൽ ഇച്ഛാശക്തിയും തലച്ചോറിൽ ജ്ഞാനശക്തിയും ശരീരാവയവങ്ങളിൽ ക്രിയാശക്തിയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്കും എത്താൻ പറ്റാത്തതായിട്ടുള്ള ഒരു സ്ഥലവും ഇല്ല. എവിടെ വേണമെങ്കിലും എത്താൻ പറ്റും. 189 രൂപ ചെലവഴിച്ചുണ്ടാക്കിയ ഉപകരണം ഉപയോഗിച്ചാണ് ഡോക്ടർ CV രാമന് നോബൽ സമ്മാനം കിട്ടിയത്. അതൊന്ന് ഓർമ്മിക്കണം. ഞാൻ കഴിഞ്ഞ വർഷം ജനുവരി 26-ാം തീയതി അബ്ദുൽ കലാമിന്റെ വീട്ടിൽ രാമേശ്വരത്ത് പോയിരുന്നു. ചെറിയൊരു വീട്, അഗ്രഹാരത്തിലെ ഒരു മുക്കുവ കുടുംബം. അവിടെ നിന്ന് ലോകം അറിയപ്പെടുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമായിട്ട് 13 കുട്ടികളിൽ ഒരാളായിട്ട് ജനിച്ചിട്ട് അദ്ദേഹം മാറിയത്. അങ്ങനെയുള്ള അത്രയും പൂർ ഫാമിലി ഒന്നുമല്ല നിങ്ങളുടെ മക്കളും. അപ്പൊ സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടെ നിന്ന് എന്നുള്ളതല്ല ഇമ്പോർട്ടന്റ്, എൻഡിങ് പോയിന്റ് എവിടെയാണ് അതാണ് ഇമ്പോർട്ടന്റ്. Where you start your life, nobody is going to ask you any question. Where you want to go, എവിടേക്ക് പോകണം. അങ്ങനെ ഒന്ന് സാധിച്ചാൽ അത് മനസ്സിന്റെ പ്രോഡക്റ്റാണ്. നല്ല ജീവിതാനുഭവങ്ങൾ മനസ്സിൽ പഠിപ്പിക്കാം. അതുപോലെ നല്ല ഉപദേശങ്ങൾ കൊടുക്കാം. നല്ല ഉപദേശങ്ങൾ. അടി തെറ്റിയാൽ പ്രിൻസിപ്പാളും വീഴും, ഉറപ്പാണ്. അടി തെറ്റി കുരയ്ക്കുന്ന ടീച്ചർ കടിക്കില്ല, കടിക്കുന്ന വൈസ് പ്രസിഡന്റ് കുരയ്ക്കില്ല, മിന്നുന്ന കമ്മിറ്റി അംഗങ്ങളെല്ലാം പൊന്നല്ല, ചൂടുവെള്ളത്തിൽ വീണ ട്രഷറർ പച്ചവെള്ളം കണ്ടാൽ മനസ്സിലായെങ്കിൽ നന്നായില്ലെങ്കിൽ വിട്ടിളഞ്ഞേക്കാം. അപ്പൊ ഓർമ്മിക്കാം, ഈ പഴഞ്ചൊല്ലുകളൊന്നും ആനയ്ക്കും പട്ടിക്കും വേണ്ടി എഴുതിയതല്ല, നമുക്ക് വേണ്ടി എഴുതിയതാണ്. നല്ല ഉപദേശങ്ങള്, ആ ഉപദേശങ്ങൾ അകത്തേക്ക് പോകണം. ലിസണിങ്, വാച്ചിങ്, ഡിസ്കസിങ്, തിങ്കിങ് പോകണം. നല്ല ഉപദേശങ്ങൾ മക്കളെ കേൾപ്പിക്കാം. വിളിച്ചിരുത്തിയിട്ട് ഉപദേശിക്കാൻ അങ്ങ് തുടങ്ങരുത്. കാഷ്വലി ദോശ ഉണ്ടാക്കുമ്പോ ദോശയോട് ഉപദേശിക്കുക, ഇവൻ കേൾക്കാൻ. ദോശ ഉണ്ടാക്കുമ്പോ ദോശയോട് ഉപദേശിക്കുക, ഇവൻ കേൾക്കാൻ. ഉപദേശിക്കുമ്പോ തേർഡ് പാർട്ടിയായിട്ട് ഉപദേശിക്കാം. നമ്മൾ ചെറിയ കുട്ടികളുടെ ചോറ് കളയുമ്പോ എന്താ പറയുക? നല്ല കുട്ടികൾ ചോറ് കളയില്ല എന്നാ പറയുക. നീ ചോറ് കളയരുതെന്നല്ല, നല്ല കുട്ടികൾ ഇങ്ങനെ സംസാരിക്കില്ല. നല്ല കുട്ടികളുടെ പെരുമാറ്റം വ്യത്യാസമുണ്ട്. തേർഡ് പാർട്ടിയാണ്. നല്ല രസമാണ്. അതുകൊണ്ട് നമ്മൾ ഈ കൊട്ടേഷൻ എടുത്ത് ഉപദേശിക്കുന്നത് നേരിട്ട് കൊടുക്കാൻ വിഷമമുണ്ടായിട്ടല്ല, വേറൊരുവൻ പറഞ്ഞു എന്ന് പറഞ്ഞ് കൊടുക്കാൻ കാരണം എന്താ? അതാ എളുപ്പം. അപ്പൊ കുട്ടികളെ ഉപദേശിക്കുമ്പോൾ നല്ല കഥകള് പഠിക്കണം. ഈ ഇതൊക്കെ പഠിക്കാനേ വെടിയാ നേരം സാറേ എന്ന് ഇന്നസെന്റ് ചോദിക്കണമാതിരി ചോദിക്കുന്നവരുണ്ട്. പറ്റിയില്ലെങ്കിൽ എന്തിനാ അവരെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്? മക്കള് പറഞ്ഞിട്ടല്ലല്ലോ മക്കളെ നമ്മൾ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. അവൻ നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ടില്ല എന്നെ ഭൂമിയിലേക്ക് നിങ്ങൾ രണ്ടുപേരും കൂടി കൊണ്ടുവരണമെന്ന്. നല്ലൊരു ശരീരം കൊടുക്കാൻ സാധിക്കുമെങ്കിൽ നല്ലൊരു മനസ്സും കൊടുത്തേ മതിയാവൂ. ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ നേരത്തെ തന്നെ ഇറങ്ങി പുറപ്പെടരുതായിരുന്നു. അപ്പോ നല്ല ശരീരവും നല്ല മനസ്സും കൊടുക്കാൻ കുറച്ച് നേരം കഥകള്, കുറച്ച് അനുഭവങ്ങള്, കുറച്ച് ഉപദേശങ്ങള്, ആ കുട്ടികളുടെ കൂട്ടത്തിൽ ജീവിച്ച് നമ്മൾ ജീവിച്ച് പഠിക്കാം. ഓരോ ദിവസവും ഞാനൊരു 18 മണിക്കൂർ ഞാൻ വർക്ക് ചെയ്യാറുണ്ട്. ചിലപ്പോൾ 20 മണിക്കൂർ, ചിലപ്പോൾ 4 മണിക്കൂറൊക്കെ.
അപ്പൊ ഈ ചില ദിവസം പ്രഭാഷണമൊക്കെ കഴിഞ്ഞ് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ 1 മണി 2 മണി 3 മണി വരെ ആവാറുണ്ട്. രാവിലെ ദൂരെ നിന്നൊക്കെ വരുമ്പോഴത്തേക്കും, തൃശ്ശൂരിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്കും രാത്രി 10 മണിക്ക് തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ 2:30 മണിയാവും. ഷാർപ്പ് 5 മണിക്ക് എഴുന്നേറ്റിരിക്കും. എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് ഋഗ്വേദം വായിക്കാതെ വേറെ ഒന്നും ചെയ്യില്ല. വേദവായന കമ്പൽസറിയാണ് 43 വർഷമായിട്ട്. അത് കഴിഞ്ഞ് ഒരു കപ്പ് കാപ്പി കുടിച്ചാൽ യൂട്യൂബിലേക്കുള്ള റെക്കോർഡിംഗ് അപ്ലോഡ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് ധർമ്മ ന്യൂസ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ പൈതൃകത്തിലുള്ള സയൻസും ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ കമ്പൈൽ ചെയ്യാൻ നേരിട്ട് നവംബർ 3-ാം തീയതി ഏൽപ്പിച്ചതാണ്. ഇക്കഴിഞ്ഞ നവംബർ 3-ന് ഡൽഹിയിൽ വെച്ച് ആ വർക്ക്. ഇതെല്ലാം ചെയ്യുമ്പോഴും ഗോപാലകൃഷ്ണൻ വാക്ക് തരുന്നു, എനിക്ക് ഇടയ്ക്ക് ഉറക്കം വരില്ല. നമ്മൾ കർമ്മനിരതനായിട്ട് ജീവിച്ചാൽ 365 ദിവസവും അത്രയും സുഖവും സന്തോഷവും ലോകത്തിലെ വേറെ ഒന്നിനും കിട്ടില്ല. അതുകൊണ്ട് നല്ല ഉപദേശങ്ങൾ കൊടുക്കാൻ യോഗ്യതയുള്ളവരാവും. നല്ല രീതിയിൽ പ്രവർത്തിക്കുക. നല്ല ജീവിത സത്യങ്ങൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാം. നിങ്ങളും അറിയാം ജീവിത സത്യം എന്താ? വെട്ടിപ്പിടിച്ചതും കെട്ടിപ്പടുത്തതും പറ്റിച്ചെടുത്തതും തട്ടിപ്പറിച്ചതും തിരിച്ചു പോകുമ്പോ അടുത്ത വാക്കെന്താണ്? തിരിച്ചു പോകുമ്പോ കൊണ്ടുപോവില്ല. എന്തൊക്കെ എല്ലാവരും പറയുന്നു 916, ഞാൻ അണിയുന്നു 916, എന്നാലും പോവൊന്നുമില്ല. ഏതായാലും നവംബർ 8-ാം തീയതി രാത്രി 8:30 മണിക്ക് എല്ലാ ഗോൾഡ് ഷോപ്പും അടച്ചു കഴിയുമ്പോഴത്തേക്കും പോക്കറ്റിലുള്ള രൂപയുടെ വില എത്രയാണെന്ന് ഒരാൾ പറഞ്ഞു തന്നിരുന്നു. ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നവംബർ 8-ാം തീയതി രാത്രി 8:30 മണിക്ക് ഗോൾഡ് ഷോപ്പ് മിക്കതും അടച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ കയ്യിലുള്ള 500-ന്റെയും 1000-ന്റെയും നോട്ട് ഇന്ന് 12 മണിക്ക് ശേഷം വെറും പേപ്പർ മാത്രമാണ്. നിങ്ങളും അതേപോലെ ആവുന്നൊരു ദിവസമുണ്ട്. വെറും ശരീരം മാത്രമാവുന്ന ഒരു ദിവസമുണ്ട്. ഇപ്പൊ ചിരിച്ചോണ്ടൊക്കെ നടക്കുമ്പോഴത്തേക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവരൊക്കെ നോക്കും നല്ല രീതിയിലാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞ് അയാളും തീരും നിങ്ങളും തീരും. മുഴുവനും മനസ്സിലാവാതിരിക്കാനാണ് ചിലത് സബ്ജക്റ്റ് പ്രെഡിക്കറ്റും ഇല്ലാതെ പറയുന്നത്. അപ്പൊ ഓർമ്മിക്കുക, ഇതൊക്കെയാണ് ജീവിതം. ഈ ഭഗവത്ഗീതയിൽ ഒരു വരിയുണ്ട്, ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം ആശ്ചര്യവത് വദതി തദൈവ ചാന്യഃ ആശ്ചര്യവച്ചൈനം അന്യശൃണോതി ശ്രുത്വാപ്യേനം വേദന ജൈവ കശ്ചിത്. ഭാരതീയരായ സ്ഥിതിക്ക് ഭഗവത്ഗീത കേട്ടിട്ടുണ്ടാവില്ല, എനിക്ക് നല്ലോണം അറിയാം. അപ്പൊ ഓർമ്മിക്കുക, ഈ ജീവിതം എന്ന് പറയുന്നതിന് ഒരു അത്ഭുത പ്രതിഭാസമാണ്. ജീവിതം അത്ഭുത പ്രതിഭാസമാണെന്ന് ചിലർ പറയുന്നു, ചിലരങ്ങനെ കാണുന്നു, ചിലർ പറയുന്നത് വേറെ ചിലർ കേൾക്കുന്നു. ആർക്കും ഈ ജീവിതം എന്താണെന്ന് അറിഞ്ഞുകൂടാ. ആർക്കും ഈ ജീവിതം എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത ആ അവസ്ഥയിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ജീവിത സത്യം എന്ന് പറയുന്നത് കുറേ കാലം കഴിഞ്ഞാല് നമ്മൾ മരിച്ചു എന്ന് വിചാരിക്കാം. ചിലർ ചത്തുപോകും, ചിലർ മരിച്ചു പോകും. ഏതാണ് ഓപ്ഷൻ എന്നുള്ളത് അപ്പം തീരുമാനിച്ചാൽ പോരാ, ഇപ്പം തീരുമാനിക്കണം. ഏതായാലും മരിച്ചു കഴിഞ്ഞിട്ട് വിറകിന്റെ മുകളിൽ വെച്ച് തീ കത്തിച്ചെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ പെട്ടിക്കകത്തിട്ട് അടക്കി കഴിഞ്ഞാൽ വേറൊന്നും ആവില്ല. തീ കത്തിച്ചു കഴിഞ്ഞാൽ 58 ഗ്രാം ചാരാണ് എല്ലാവർക്കും. ആ 58 ഗ്രാം ചാരം തെങ്ങിന്റെ കടയിലിട്ട് വെള്ളം ഒഴിച്ചു എന്ന് വിചാരിക്കാം. 10 മാസം കഴിഞ്ഞിട്ട് അതിന്റെ കരിക്കെടുത്ത് പ്രതിപക്ഷ നേതാവിന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാരം അങ്ങേരുടെ വയറ്റില്. അതാണ് സത്യം ജീവിതത്തില്. അതുകൊണ്ട് നമ്മളൊന്നും ചെയ്യേണ്ടെന്നല്ല, വെട്ടിപ്പിടിച്ചത് തിരിച്ചു കൊണ്ടുപോവില്ല, വെട്ടിപ്പിടിക്കരുത് എന്നല്ല, തിരിച്ചു കൊണ്ടുപോവില്ല എന്ന് ഓർമ്മിച്ച്, ഇനി അത് ഓർമ്മിക്കാനൊക്കെ വിഷമാണെങ്കിൽ ശശികലയും ജയലളിതയും മാത്രം ഓർമ്മിച്ചാലും മതി. രണ്ടുപേരെ മറക്കില്ല. വിശ്വാമിത്രനെയും വേദവ്യാസനെയും വാൽമീകിയെ ഒന്നും ഓർക്കണ്ട. ഈ 2 അമ്മച്ചിമാരെ മാത്രം ഓർത്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഉണ്ടാക്കിയ കോടികള് 1180 ചപ്പല ഒരു സ്ത്രീക്ക്, 14,000 സാരി, 71 കാറ് എവിടെ കൊണ്ടുപോയി പെട്ടിക്കകത്ത് വെച്ച് കത്തിച്ച വേദനിക്കെന്ന് പറഞ്ഞിട്ട് കുഴിച്ചിട്ടു മറീന ബീച്ചില്. അത്രേ ഉള്ളൂ. അടുത്ത അമ്മച്ചി അതിന്റെ മുഴുവനും ഓണറായി. ഇപ്പൊ കിടക്കുന്ന നിലത്ത് 50 രൂപ ശമ്പളം. ഒന്നില്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കണം, അല്ലെങ്കിൽ അഷ്ടഗന്ധ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ചന്ദനത്തിരി ഉണ്ടാക്കണം, അല്ലേ? മാളിക മുകളിലേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കേട്ടുന്നതും ഭവാൻ. അർത്ഥം മനസ്സിലാക്കി നന്നായില്ലെങ്കിൽ വിട്ടുകളഞ്ഞു. അതാണ് ജീവിത സത്യം. നമ്മുടെ മക്കളെ അത് കേൾപ്പിച്ചിട്ടുണ്ടോ? നിങ്ങള് കേൾപ്പിക്കണം. നിങ്ങളും കേൾക്കണം, നിങ്ങളുടെ മക്കളും കേൾക്കണം. നിങ്ങളുടെ കുടുംബാംഗങ്ങൾ ഗൾഫിൽ നിന്ന് വാരിക്കൊണ്ടുവരുന്ന പൈസയുടെ പുറകിൽ അനുഭവിക്കുന്ന ദുഃഖം നിങ്ങൾ പറയണം, അവർ പറയണം, മക്കളും പറയണം. പിന്നീട് തിരുത്താൻ പറ്റില്ല. ചിലതൊന്നും തിരുത്താൻ പറ്റില്ല. 10ാം ക്ലാസ്സില് 10 റാങ്കിന്റെ ഉള്ളിൽ വന്നാൽ ഒരു ബൈക്ക് മേടിച്ച് തരാമെന്ന് CSIR, ഞാൻ വർക്ക് ചെയ്യുന്ന പ്രധാനമന്ത്രിയുടെ കീഴിലുള്ള ലാബറട്ടറിയിലാണ്, 2008 വിചാരിച്ചു. എന്റെ ഓഫീസിലെ സ്റ്റെനോ മകനോട് പറഞ്ഞു, വലുതായിട്ട് പഠിക്കാത്ത മകനോട് പറഞ്ഞു, 10ാം ക്ലാസ്സിൽ 10 റാങ്കിന്റെ ഉള്ളിൽ വന്നാൽ ബൈക്ക് മേടിച്ചു തരാം.
ഞാനത് കേട്ടോണ്ടിരിക്കുകയാണ്. ഞാൻ അന്നമ്മേ അത് പറയരുതായിരുന്നു. അവൻ എങ്ങാനും 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ട് അവന് 10 റാങ്കിന്റെ ഉള്ളിൽ വന്ന് ബൈക്ക് മേടിച്ചു കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ സത്യവിരുദ്ധമായിട്ട് ചെയ്യുന്നു. മേടിച്ചു കൊടുത്താൽ ബൈക്ക് ഓടിക്കാവുന്ന പ്രായമാണോ 10ാം ക്ലാസ് കഴിഞ്ഞാൽ? അവൻ പാസ്സാവൊന്നുമില്ല സാറേ. അവൻ 10 റാങ്കിന്റെ ഉള്ളിൽ വന്നു, ബൈക്ക് മേടിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു അരുത്, ബൈക്ക് മേടിച്ചു കൊടുക്കാന്നല്ലേ പറഞ്ഞുള്ളൂ, പാസ്സായ ഉടനെ മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞില്ലല്ലോ. കുറച്ച് കഴിയട്ടെ, അവൻ കുറച്ചും കൂടി വലുതാവട്ടെ, 18ഓ 19ഓ കഴിയട്ടെ. അവൻ നല്ലോണം അറിയാവുന്നവനാ സാറേ, ഒരു കുഴപ്പമില്ല. എന്താ സംഭവിച്ചേ അറിയോ? പാപ്പൻ കരമനയിൽ നിന്ന് വണ്ടി തിരിയുന്നു, രാത്രി 11 മണിക്ക് തിരിഞ്ഞു വരുന്നു. ഇപ്പുറത്തൊരു ലോറിയില് സ്റ്റീലിന്റെ കമ്പികൾ കൊണ്ടുപോകുന്നു. രാത്രി 11:30. ദൂരെ നോക്കിയ കമ്പി കാണില്ല, ലോറിയും കാണില്ല. ഇവൻ വന്ന് ഒരു ഇടി ഇടിച്ച കമ്പി മുഴുവൻ എത്രയാ ശരീരത്തിൽ തുളച്ചു കയറാൻ സാധിക്കുക അത്രയും കയറി സ്പോട്ടിൽ മരിച്ചു. ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത് ജീവിത സത്യമാണ്. ആവശ്യമില്ലാത്ത വാഗ്ദാനങ്ങൾ മക്കൾക്ക് കൊടുക്കല്ലേ. ആവശ്യമില്ലാത്ത കാലത്ത് മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കല്ലേ. മൊബൈൽ ഫോണിൽ ഇന്റർനെറ്റ് ഉണ്ട് എന്ന് തിരിച്ചറിയാതെ വാങ്ങിച്ചു കൊടുക്കല്ലേ. നമ്മളൊക്കെ ജീവിച്ചതുപോലെ അവർ ജീവിക്കണമെന്ന് പറയേണ്ട ആവശ്യമില്ല. കുറേ സൗകര്യങ്ങൾ കൊടുക്കാം, പരിധി കടക്കരുത്. അവരുടെ മനസ്സിന് സന്തോഷം ഉണ്ടാക്കേണ്ടത്. ഒന്നുകൂടി ഞാൻ തിരിച്ചു പോകാം. 67ാമത്തെ വയസ്സിൽ ജയലളിത മരിക്കുന്നതിന് 4 ദിവസം മുമ്പ് പറഞ്ഞൊരു വരിയുണ്ട്. ജയലളിത, എൻ്റെ അമ്മയിൽ നിന്ന് എനിക്ക് സ്നേഹം കിട്ടിയിട്ടില്ല, അതൊരു ദുഃഖം മാത്രമേ എനിക്ക് എൻ്റെ ജീവിതത്തിലുള്ളൂ എന്നാണ് ജയലളിത പറഞ്ഞത്. മരിക്കുന്നതിന് 4 ദിവസം മുമ്പ് അവർ പറഞ്ഞതാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ അമ്മയും അച്ഛനും മൊബൈൽ ഫോൺ വാങ്ങിച്ചു തന്നില്ല എന്ന് മക്കൾ പറയില്ല. ഞങ്ങളെ സ്നേഹിച്ചിട്ടില്ല, ഞങ്ങൾക്ക് അർഹതയുള്ളത് അമ്മയും അച്ഛനും തന്നിട്ട്. അത് മനസ്സിന്റെ വികാരമാണ്. ആ മനസ്സിന് നന്മകൾ കൊടുക്കാം, നല്ല രീതിയിൽ നമ്മുടെ ജീവിതത്തെ. അതേപോലെ ശരീരത്തിന് യൂസ്ഫുൾ ഫോർ ദ മൈൻഡ്, യൂസ്ഫുൾ ഫോർ ദ ബോഡി, യൂസ്ഫുൾ ഫോർ ദ ഫാമിലി, യൂസ്ഫുൾ ഫോർ ദ കൾച്ചർ, യൂസ്ഫുൾ ഫോർ ദ സൊസൈറ്റി, യൂസ്ഫുൾ ഫോർ ദ നേഷൻ. 6 വാക്ക്. മനസ്സ്, ശരീരം, കുടുംബം, സംസ്കാരം, സമൂഹം, രാഷ്ട്രം. 6 എണ്ണത്തിന് യൂസ്ഫുൾ ആയിട്ടായിരിക്കണം നിങ്ങൾ ജീവിക്കുക, നിങ്ങളുടെ മക്കൾ ജീവിക്കുക. ആ മക്കൾക്ക് ആവശ്യമില്ലാതെ ഹോർലിക്സ് കൊടുക്കല്ലേ. അത് അമേരിക്കയിലെ പിള്ളേര് ഈ ടോണി ആൻഡ് ജെറോം എന്ന പട്ടിയുടെ പൂച്ചയുടെ കഥ കണ്ട് ഉറങ്ങാതെ ഇരിക്കുന്ന കുട്ടികൾക്ക് ഉറങ്ങാൻ വേണ്ടി കൊടുക്കുന്ന സാധനമാണ് ഹോർലിക്സ്. അതാണ് നിങ്ങളുടെ മക്കൾക്ക് സ്കൂളിലേക്ക് പോകുമ്പോൾ കൊടുക്കുന്നത്. ചെയ്യരുത്. 7 പ്രാവശ്യം അമേരിക്കയിൽ വർക്ക് ചെയ്ത് സയന്റിസ്റ്റ് ആയിട്ടുള്ള വ്യക്തി എന്നുള്ള രീതിയിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒരു കാരണവശാലും പെപ്സിയും കൊക്കക്കോളയും കൊടുക്കല്ലേ. കഴിഞ്ഞ ആഴ്ച അത് തമിഴ്നാട്ടിൽ നിരോധിച്ചു. ഹാർപ്പിക്കിൽ ഒഴിക്കുന്ന ഫോസ്ഫോറിക് ആസിഡ് ആണ് പെപ്സിയിലും കൊക്കക്കോളയിലും ഒഴിച്ച് പഞ്ചസാര 126 ഡിഗ്രി ചൂടാക്കുന്നത്. ആ അകത്തേക്ക് പോകുമ്പോൾ കത്തുന്നത് ആസിഡാണ്. അറിയാതെ പോലും പെപ്സിയും കൊക്കക്കോളയും ഹോർലിക്സും അതേപോലെ അവർക്ക് കൊക്കോ ചേർത്ത ചോക്ലേറ്റ് ചേർത്ത സാധനങ്ങൾ കൊടുക്കല്ലേ. അവർക്കത് ആവശ്യമില്ല ജീവിതത്തില്. അതൊന്നും അവരുടെ ശരീരത്തിന് ആവശ്യമില്ല. അറിഞ്ഞുകൊണ്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് നമ്മുടെ അവിയലും തോരനും എലിശ്ശേരിയും സാമ്പാറും രസവും മതി പെർഫെക്റ്റ് ജീവിതത്തിന്. ആവശ്യമില്ലാത്തത് കുട്ടികളുടെ വയറ്റിനകത്തേക്ക് കയറ്റുമ്പോൾ സംഭവിക്കുന്നത് 45-50 കഴിയുമ്പോൾ അകാല വാർദ്ധക്യത്തിലൂടെ അവർ കടന്നു പോകുന്നു എന്നുള്ളത് സത്യമാണ്. കഴിയുന്നത്രയും നോൺ വെജിറ്റേറിയൻ കുറയ്ക്കുക. ഏറ്റവും ചാവാലികളായ മൃഗങ്ങളെയാണ് പട്ടാപ്പകല് കഴുത്തറുത്ത് കൊന്ന ആ ചോരയും ഇറച്ചിയുമാണ് ഉപ്പും മുളകും എണ്ണയും ചേർത്ത് വേവിച്ച് കൊടുക്കുമ്പോഴത്തേക്കും കേരളത്തിലെ റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഹാർട്ട് അറ്റാക്ക് 49, റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ക്യാൻസർ 62%. നല്ല മനസ്സ് കൊടുക്കാൻ കഥകളും അനുഭവങ്ങളും ഉപദേശങ്ങളും ജീവിത സത്യങ്ങളും, നല്ല ശരീരം കൊടുക്കാൻ നല്ല ഭക്ഷണം കൊടുക്കാം. ഈ ഷവർമ്മയും അതുപോലെയുള്ളത് ഒഴിവാക്കാം. ഇഷ്ടമായിരിക്കാം നാക്കിന്, ശരീരത്തിന് ഡേഞ്ചറസ് ആണ്. നല്ല ഭക്ഷണം കൊടുക്കാം. ആവശ്യമില്ലാത്ത സാധനങ്ങൾ കഴിയുന്നതും അവോയ്ഡ് ചെയ്യാം. കൊടുക്കണമെങ്കിൽ നിരന്തരം കൊടുക്കുന്നത് ഒഴിവാക്കാം. ഇടയ്ക്ക് നിങ്ങൾ ധാരാളം വീടുകളിൽ, പർട്ടിക്കുലർലി ഗുരുവായൂർ മുതൽക്ക് നോർത്ത് പറവൂര് വരെയുള്ള റോട്ടില് കാണാൻ സാധിക്കും നമുക്ക്. പണ്ട് അമ്പലങ്ങളില് ഏത് ഉത്സവം നടന്നാലും പൂര വെള്ളാടിയാണ്. പറപ്പൂക്കാവ് പൂരം എന്ന് പറഞ്ഞാൽ അണ്ടർവെയർ ഇട്ടോണ്ട്
റോട്ടിൽ ഡാൻസ് കളിക്കുന്ന കാണാം. ദൈവത്തിന്റെ പേരിൽ വെള്ളമോടി, ദൈവത്തിന്റെ പേരിൽ വെള്ളമോടി, മതത്തിന്റെ പേരിൽ വെള്ളമോടി, അതേപോലെ തന്നെ തത്വശാസ്ത്രത്തിന്റെ പേരിൽ വെള്ളമോടി. ചെയ്യരുത്. ഒരു മോളിക്യൂൾ ആൽക്കഹോള് 3 ലിവർ സെല്ലിനെയാണ് കൊല്ലുന്നത്. അര പെഗ് കഴിക്കുമ്പോൾ എത്രയാ ലിവർ പോകുന്നത്? ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് കേരളത്തില്, ഏറ്റവും കൂടുതൽ ക്യാൻസർ കേരളത്തില്, ഏറ്റവും കൂടുതൽ ഡയാലിസിസ് വേണ്ടതും കേരളത്തിൽ. ലോകത്തില് വേൾഡില്, ഇന്ത്യയിലല്ല, ഇൻക്ലൂഡിങ് അമേരിക്ക ആൻഡ് യൂറോപ്പില്. അതുകൊണ്ട് മദ്യപിക്കല്ലേ. അച്ഛനും അമ്മയും മദ്യപിക്കുമ്പോ മക്കളുടെ പേരെന്താ അറിയാമോ? കുടിയന്റെ മകനാണെന്നാണ്. മകൻ ചെയ്യാത്ത തെറ്റിന് പേര് കിട്ടുന്നു കുടിയന്റെ മകൻ. കാരണം അച്ഛനും അമ്മയും വെള്ളമടിക്കാം. അതൊന്നുമില്ലാണ്ട് എങ്ങനെയാ സാറേ ജീവിതാവുന്നത്? ഇതൊക്കെ കുറച്ചെങ്കിലും വേണ്ടേ സാറേ എന്ന് ആരെങ്കിലും ചോദിച്ചു എന്ന് വിചാരിക്കാം. ഞാൻ പറയാറുണ്ട്, നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ഭാര്യയ്ക്ക് ഭാരമാവരുത്, നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ മക്കൾക്ക് ഭാരമാവരുത്, നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് ഭാരമാവരുത്. 3ാമത്തെ ലെവല്, ആദ്യം ഭാര്യയ്ക്ക് ഭാരമാവരുത്, 2 മക്കൾക്ക് ഭാരമാവരുത്, 3 എൻ്റെ ജീവിതം എനിക്ക് ഭാരമാകുന്ന അവസ്ഥ. ലിവർ പോയി, ഹാർട്ട് പോയി, ബ്ലഡ് വെസൽസ് പോയി, എന്നെങ്കിലും മരിച്ചാൽ മതി എന്ന് പറയുമ്പോ മക്കൾ പ്രാർത്ഥിക്കും അച്ഛനൊന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്ന്. ആ ഗതികേട് നിങ്ങൾക്ക് ഉണ്ടാവരുത്. ഭാര്യമാരിവിടെ ഉള്ള സ്ഥലത്ത് ഭർത്താക്കന്മാരോട് ഗോപാലകൃഷ്ണൻ പറഞ്ഞതായിട്ട് പറയുക. ധാരാളം പേര് കഴിക്കുന്നുണ്ട്. ന്യൂ ഇയർ ഡേ തൃപ്പൂണിത്തുറയ്ക്കും എറണാകുളത്തും ഇടയ്ക്കുള്ള വൈറ്റിലയില് 2000 നോട്ട് ഒരെണ്ണം കിട്ടുന്ന കാലത്ത് ATM നിന്ന് അതിൽ കൂടുതൽ കിട്ടില്ല. 500 ഇറങ്ങാൻ പോണേ ഉള്ളൂ, വരുന്നേ ഉള്ളൂ. എന്നിട്ട് 1.2 കോടി രൂപയുടെ മദ്യമാണ് ഒരു ഷോപ്പിൽ നിന്ന് ചെലവായത്. വൈറ്റിലയില് മാതൃഭൂമിയിലെ ഫ്രണ്ട് പേജില് ഓരോ ഡിമോണിറ്റൈസേഷനും 500 1000 നോട്ടില്ലായ്മയും ബാധിക്കാത്ത ഒരേ ഒരു കട ബീവറേജസ് കോർപ്പറേഷൻ. എത്ര ഭംഗിയായിട്ടാ അവിടെ ക്യൂ നിന്ന് ലിക്കർ വാങ്ങിക്കണമെങ്കിൽ റിച്ച് ആയിട്ടുള്ളവർ വാങ്ങിക്കില്ല. അത്രയും സാധാരണക്കാരാണ് ക്യൂ നിന്ന് വാങ്ങിക്കുക. എവിടെ ചെന്നെത്തുന്നു? ഇക്കഴിഞ്ഞ ക്രിസ്തുമസിന് ഏറ്റവും കൂടുതൽ ലിക്കർ ചെലവായത് ചാലക്കുടി, തൊട്ടടുത്ത് ഇരിങ്ങാലക്കുട. ചാലക്കുടി 37 ധ്യാന കേന്ദ്രമുള്ള സ്ഥലം, ഇരിങ്ങാലക്കുട വേറെ. കഴിഞ്ഞ വർഷം കരുനാഗപ്പള്ളി, ഹരിപ്പാട്. ഏറ്റവും കൂടുതൽ ലിക്കർ ദൈവപുത്രന്റെ പേരിൽ ചെലവായത്. ഓണത്തിന് തർക്കേടൊന്നുമില്ല, അല്ല അത് വാമനം വന്നോ മഹാബലി വന്നോ എന്നായിരുന്നു ഇപ്രാവശ്യം ചർച്ച. നടന്നത് പുരാണത്തിലെ കഥയാണ്. ഏതായാലും ചർച്ച ചെയ്യാൻ ഇവിടെ വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക്, വേറെ ഒരു പണിയില്ലാത്ത സ്ഥിതിക്ക് അത് ചർച്ച നടന്നു. പക്ഷെ ലിക്കറിന്റെ കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടായിരുന്നില്ല. ദുഃഖമാണെങ്കിലും ലിക്കറ്, സന്തോഷമാണെങ്കിലും ലിക്കറ്, ഇത് രണ്ടിന്റെയും ഇടയ്ക്കാണെങ്കിലും ജീവിതത്തിൽ ഒരു പ്രശ്നമില്ല, ഒരു രസമില്ല സാറേ, എന്തെങ്കിലും ഒന്ന് വേണ്ടെന്ന് വെച്ചിട്ട് ഞാനൊരു ഇത്തിരി കഴിച്ചു. ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഇത്തിരി കഴിച്ചോളാൻ പറഞ്ഞു. എത്രയാ ഇത്തിരി? എത്ര ഇത്തിരി? അളവ് ഞാൻ ചോദിച്ചില്ല, അങ്ങേര് പറഞ്ഞില്ല. എന്താ നിങ്ങൾ ചോദിക്കാതെ? ചോദിച്ചാൽ അങ്ങേര് വളരെ കുറച്ച് പറഞ്ഞാൽ വലിയ പ്രശ്നമല്ലേ? അതായത് ഞാൻ ചോദിച്ചില്ല, അങ്ങേര് ഭാഗ്യത്തിന് പറഞ്ഞില്ല. ഇങ്ങനെ നമ്മൾ ജീവിക്കാം. ഞാൻ വിഷയം മാറിയല്ല. നമ്മുടെ ജീവിതം നമ്മുടെ മനസ്സിനും ശരീരത്തിനും നമ്മുടെ കുടുംബത്തിനും നാരായണ ഗുരുദേവൻ പറഞ്ഞ പോലെ കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്ന സ്ഥലമാകണം കുടുംബം. കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്ന സ്ഥലം. ഷെയറിങ്, കെയറിങ്, ക്യൂറിങ്. ഞാൻ സിസ്റ്ററിനോട് പറയുകയായിരുന്നു ക്ലാസ്സിൽ വെച്ച് കഴിഞ്ഞ 4